ഇന്ന് നോമ്പ് 10 അപ്പോൾ ഞാൻ ജീരകക്കഞ്ഞിയും പയറ് മെഴുക്ക് പുരട്ടിയും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്കിന്ന് ഒരു നോമ്പ് ഉറപ്പിക്കലുണ്ട് എൻ്റെ ഇത്താത്തയുടെ വീട്ടിൽ. എൻ്റെ അളിയൻ്റെ ആൾക്കാരും ഇത്താത്തയുടെ ആൾക്കാരായിട്ട് അങ്ങനെ ഒരു ഹാളെടുത്തിട്ട് നോമ്പ് ഉറപ്പിക്കൽ നടത്തുകയാണ്. വേറെ പുറത്തൊന്നും ആരുമില്ല, അളിയൻ്റെ ആൾക്കാരും ഉണ്ട്, പിന്നെ ഇത്താത്തയുടെ ആൾക്കാരും ഉണ്ട്. അത്രയും വെച്ചിട്ട് ഒരു നോമ്പ് ഉറപ്പിക്കൽ നടത്തുകയാണ്. അപ്പം ഞാൻ അതിന് പോകാനുള്ള കാരണം ജീരകക്കഞ്ഞിയും പയറ് മെഴുക്ക് പുരട്ടിയാണ് റെഡിയാക്കണത്. നോമ്പ് ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇടയത്താഴം ജീരകക്കഞ്ഞിയും പയറും കഴിക്കാമല്ലോ. അങ്ങനെ പയറ് മെഴുക്ക് പുരട്ടി റെഡിയായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞങ്ങൾ കളമശ്ശേരിയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയുണ്ടാണ്. ഞങ്ങളങ്ങനെ ചെന്ന് കയറി കഴിഞ്ഞിട്ട് മോൻ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞാനും കൂടിയൊക്കെ കയറി. അവിടെ എല്ലാവരും എൻ്റെ ഇത്താത്ത ആൾക്കാരും എന്ന് പറയാൻ കുറച്ച് പേരുള്ളല്ലോ. ഞങ്ങൾ ഒരു ചേട്ടത്തി ഒരു അനിയത്തി മാത്രമേ ഉള്ളൂ, പിന്നെ അവരുടെ മക്കളും. പിന്നെ ബാക്കിയൊക്കെ അളിയൻ്റെ ആൾക്കാരാണ്. അവർ പെങ്ങന്മാർ, അവരുടെ മക്കളും മക്കളും ചേട്ടൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. ചേട്ടൻ്റെ മക്കൾ, അവരുടെ മക്കൾ, എല്ലാവരും സെറ്റായി എല്ലാവരും ഒക്കെ ഇരുന്ന്. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ പിന്നെ കസേരയിൽ കുറച്ച് പേര് കസേരയിലിരിക്കുന്നുണ്ട്. ഞങ്ങളും വന്നത് കസേരയിലൊക്കെ ഇരുന്ന്. പിന്നെ സ്ഥലം ഉണ്ടായില്ല, അപ്പോൾ കയ്യിൽ പിടിച്ചൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച്. അത് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നെയ്ച്ചോറ്, ബീഫ് കറി, സലാഡ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പത്തിരിയും ഇടിയപ്പം ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിക്കാനിരുന്നു. അതൊക്കെ കഴിച്ച് ഇങ്ങനെ 2-3 ട്രിപ്പായിട്ടാണ് എല്ലാവരും ഇരുന്നത്. അങ്ങനെ ഒത്തിരി ആൾക്കാരുള്ള കാരണം കൊണ്ട് ഒരു ട്രിപ്പിലൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ എല്ലാവരും ഞാനപ്പോൾ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തതാണ്. അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ എല്ലാം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞ് പിന്നെ നിസ്കരിക്കാനൊക്കെ പോയി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ മൂത്ത താതനെ അവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ടാണ് തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അപ്പം ഞാൻ രണ്ടാമത്തെ താടെ വീട്ടിലും കയറി. അവിടെ എൻ്റെ ഒരു ഡ്രസ്സ് ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത്. പിന്നെ അവിടുന്ന് പിന്നെ എന്താണ് അവിടുന്ന് പേപ്പറും തന്ന് അതും കൊണ്ടുവന്ന് ഞാൻ തിരിച്ച് കളമശ്ശേരിയിലേക്ക് വന്നു. ഇപ്പോൾ ഞാൻ കളമശ്ശേരിയിലെത്തി. അങ്ങനെ നോമ്പുറപ്പിക്കൽ കഴിഞ്ഞ് ഇത്താത്തയുടെയും അളിയൻ്റെയും കൂടി എല്ലാ ബന്ധുമിത്രാദികളെയൊക്കെ ആയിട്ടുള്ള അങ്ങനെ എല്ലാവരും ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.